ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ACCA മാത്രമല്ല ഏതൊരു പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാനും ഓഫ്ലൈനായിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു കൺഫ്യൂഷനിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഐ എം സിദ്ധാർത്ഥ്. ഞാനൊരു ACCA ആസ്പിറൻ്റ് ആണ്. ഇപ്പോൾ കറൻ്റ് SBR പേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം പറയാം. ഞാൻ എൻ്റെ സ്കിൽ ലെവൽ മൊത്തം, അതായത് ACCAയിൽ മൊത്തം നമുക്ക് 13 പേപ്പേഴ്സാണുള്ളത്. ഇതിൽ 5 എണ്ണമാണ് നമ്മൾ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കിൽ ലെവൽ പേപ്പേഴ്സ് ഞാൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തത് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് പഠിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ സ്കിൽ ലെവൽ, അതായത് ഒരു കൊല്ലത്തോളം വീട്ടിൽ നിന്ന് പഠിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഫണ്ടാണ്. നമ്മൾ ഈ പുറത്തൊക്കെ പോയി നിന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചിലവാകും, ഹോസ്റ്റലും അതിന് പുറമെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഭയങ്കര ഹോം സിക്കാണ്. എനിക്ക് പുറത്തൊക്കെ പോയി നിന്നാൽ പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്നൊരു തോന്നൽ വരും എപ്പോഴും. മൂന്നാമത്തെ കാര്യം, വീട്ടുകാർക്കും ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കൊല്ലത്തോളം വീട്ടിൽ നിന്നാണ് ഓൺലൈനിൽ പഠിച്ചത്. പക്ഷേ ഞാൻ അങ്ങനെ എക്സാം ഫെയിൽ ആയിട്ടൊന്നുമില്ല. എല്ലാ പേപ്പേഴ്സും ഇതുവരെ ഉള്ളത് ഫസ്റ്റ് ട്രയൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനിൽ പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, എന്തായാലും പറ്റും. കാരണം ഞാൻ എൻ്റെ 5 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുമല്ലോ. എൻ്റെ ക്ലാസ്സിലും ഇതേപോലെ 19 പിള്ളേരുണ്ടാവും ഏത് പേപ്പറാണെങ്കിലും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഈ കമ്പ്യൂട്ടറിൽ തന്നെ നോക്കിയിരിക്കേണ്ട ഒരവസ്ഥ വരും. കാരണം നമുക്ക് രാവിലെ അല്ലെങ്കിൽ രാത്രി എപ്പോഴാണെങ്കിലും ഒരു 4 മണിക്കൂർ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. അതുമാത്രമല്ല, ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പ്യൂട്ടറിലും ഫോണിലൊക്കെ നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ എന്താ വെച്ചാൽ, നമുക്ക് തീരെ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. നമ്മുടെ സ്ക്രീൻ ടൈം ഭയങ്കര കൂടുതലായിരിക്കും. എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 15-16 മണിക്കൂറൊക്കെ എന്തായാലും സ്ക്രീൻ ടൈം ഉണ്ടാവും. ബാക്കി സമയം നമ്മൾ ഉറങ്ങുമായിരിക്കും. അപ്പോൾ ഈ 2 റീസൺസ് മാത്രം മതി ആക്ച്വലി നമ്മൾ ഓൺലൈനിൽ പഠിക്കാതിരിക്കാൻ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഈ ലാപ്ടോപ്പിലും ഫോണിലൊക്കെ ചിലവഴിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല പോലെ അതിന് മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ മെമ്മറീനെ അഫക്റ്റ് ചെയ്യും, ഫോക്കസിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റി ഒക്കെ കുറഞ്ഞു വരികയാണ്. കാരണം ഈ ലൈവ് ക്ലാസ് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല. നമ്മൾ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ വിടും. പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എക്സാം അടുക്കുമ്പോൾ നമ്മളിരുന്ന് സെൽഫ് സ്റ്റഡി ചെയ്യുകയാണ് നമ്മൾ ഓൺലൈനിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇരട്ടി പണിയാണ് ആക്ച്വലി. കാരണം ആദ്യം നമ്മൾ ക്ലാസ് കണ്ട് നോട്ട് എടുക്കണം, പിന്നെ അതിന് പുറമെ അതിരുന്ന് പഠിക്കണം ആദ്യം തൊട്ട്. എൻ്റെ കാര്യം അങ്ങനെയായിരുന്നു. നിങ്ങളിപ്പോൾ ഓൺലൈനൊക്കെ പഠിച്ച് ഇങ്ങനെയല്ല, നിങ്ങൾക്ക് പഠിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി തന്നെയാണ് പോയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ബിക്കോസ് മോസ്റ്റ്ലി ഞാൻ ഫോൺ ഉപയോഗിക്കുകയായിരിക്കും ഈ ക്ലാസ് നടക്കുന്ന ടൈമിൽ. കാരണം നമുക്കിത് ബോറടിക്കും. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ മുകളിൽ നമുക്കിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ചടയ്ക്കും. അപ്പോൾ തൊട്ടടുത്ത് ഫോണുണ്ട്, അതെടുക്കും, നമ്മൾ റീല് കാണുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. ക്ലാസ് ഇവിടെ ഓണാക്കി വയ്ക്കും, നോട്ട്സ് പറയുമ്പോൾ ആ നോട്ട്സ് ഇരുന്ന് എഴുതും. പിന്നെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും മോസ്റ്റ്ലി. നമ്മളെന്തെങ്കിലും സാധനം മേടിക്കാനോ അല്ലെങ്കിൽ ജിമ്മിനോ അങ്ങനെയൊക്കെ മാത്രമേ പുറത്ത് പോകാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻട്രോവേർട്ടഡ് ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ബാധിക്കും. പിന്നെ നമ്മൾ എന്നും ഇങ്ങനെ വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു 20 അല്ലെങ്കിൽ 25 ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മളൊന്ന് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ടൈമും കൂടിയാണ്. അപ്പോൾ ആ ഒരു ടൈമും കൂടി നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടുകാരെ സപ്പോർട്ടിൽ ഇങ്ങനെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം തുണി അലക്കില്ല, പാത്രം കഴുകില്ല, ബെഡ്ഷീറ്റ് പോലും മടക്കി വെക്കില്ല. ഇതൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്കൊരു ഹോസ്റ്റലിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല. കാരണം ആരും നമുക്ക് വേണ്ടി ഇതൊന്നും ചെയ്തു തരാനില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് സെൽഫ് സഫീഷ്യൻ്റ് ആവാനും ഒക്കെ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ പുറത്തു പോയി അവിടെ നിന്ന് പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഇതിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെയാണ്. കാരണം എനിക്ക് കൂടുതലും പോരായ്മകളാണ് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നതുകൊണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇതിന് കുറച്ച് ബെനിഫിറ്റ്സും കൂടി ഉണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് ഏത് കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ട്യൂഷൻ ഫീസ് കുറവായിരിക്കും, ഹോസ്റ്റൽ ഫീസ് വേണ്ട, അതേപോലെ തന്നെ നമുക്ക് ഫുഡിൻ്റെ വേണ്ട, ട്രാവലിൻ്റെ വേണ്ട. അങ്ങനെ നമുക്ക് എക്സ്പെൻസുകളെല്ലാം കട്ട് ഓഫ് ചെയ്യാം. നമുക്ക് വളരെ ചുരുങ്ങിയ റേറ്റിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ഈ കോഴ്സ്. അപ്പോൾ ആകെ നമുക്ക് ഈ ഓൺലൈൻ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. ലൈക്ക് റെക്കോർഡിംഗ് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കാണാം. പിന്നെ ക്ലാസ്സിൽ പോയിരിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് കാണാം. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്നല്ലാതെ മോസ്റ്റ്ലി നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് കൊണ്ട് ഡീമെറിറ്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് ഇരുന്ന് പഠിക്കുക, എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുക, ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാതിരിക്കുക, നമ്മുടെ ഏജുള്ള പിള്ളേരായിട്ട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാത്തൊരവസ്ഥയ്ക്ക് വരും. ഞാൻ ഇതിലൂടെയൊക്കെ കടന്നു പോയിരുന്ന അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഇത്രയും സ്ട്രെസ് ചെയ്ത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്കൊരു ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പറയാനാണെങ്കിൽ. ഇനി നമുക്ക് ഓഫ്ലൈൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ടേ പറയുന്നുള്ളൂ. കാരണം ഓൺലൈനിലുമായിട്ടുള്ള ഡിമെറിറ്റ്സ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഓഫ്ലൈൻ്റെ മെറിറ്റ്സ്. അത് നേരെ തിരിച്ചു അതേപോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ഓഫ്ലൈനായിട്ട് പോയി പഠിക്കണം. കാരണം
നമ്മൾ ഓൺലൈനിൽ പഠിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ ഓഫ്ലൈനിൽ പഠിക്കും. ഞാനിപ്പോൾ SBR പേപ്പറാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ പിന്നീട് പഠിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. കാരണം നമ്മളൊരു ഫാക്കൽറ്റീൻ്റെ പ്രസൻസിലിരുന്ന് പഠിക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു എഫക്റ്റാണ്. പിന്നെ നമ്മൾ തരുന്ന വർക്കുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോകും. കാരണം പിറ്റേ ദിവസം നമുക്ക് അവർ ഫേസ് ചെയ്യാനുള്ളതുകൊണ്ട് ഓരോ കുട്ടീനെയും ഇൻഡിവിജ്വലി കെയർ ചെയ്യും നമുക്ക് ഈ ഓഫ്ലൈൻ ക്ലാസ്സിൽ. ലൈക്ക് നമ്മുടെ മുഖം നോക്കിയാൽ അറിയാമല്ലോ നമുക്കൊരു കാര്യം മനസ്സിലായോ മനസ്സിലായിട്ടില്ലേ. അതേപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നി നമുക്ക് ഫാക്കൽറ്റിനോട് ചോദിക്കണമെന്നില്ല, തൊട്ടടുത്തിരിക്കുന്നുണ്ടാവും ആൾക്കാർ. അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് അതിൻ്റെ ബാക്കി ചെയ്തു പോകാം. പക്ഷേ ഓൺലൈനിൽ ഇതിനൊന്നും ഒരു അവസരമില്ല. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഡൗട്ട് തോന്നിയാൽ നമ്മളവിടെ മാറ്റി വയ്ക്കും, പിന്നെ എപ്പോഴേലും ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനും പോകുന്നില്ല, അത് ഡൗട്ട് ക്ലിയർ ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ ആ ഒരു ഡൗട്ടായിട്ട് തന്നെ അവിടെ എന്നും നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് ഈ എക്സലും വേർഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഫാക്കൽറ്റീൻ്റെ ഒപ്പം ക്ലാസ്സിൽ തന്നെ ഇരുന്ന് ചെയ്തു പോകുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര ഫാസ്റ്റർ ആവും ഇതിൽ. അക്കാഡമിക്കലി അത്രയൊക്കെയാണ് വ്യത്യാസമുള്ളത്. ഇനി നമുക്ക് പേഴ്സണാലിറ്റിയിൽ വരുന്ന ചേഞ്ചസിൻ്റെ കാര്യം പറയാം. അപ്പോൾ എൻ്റെ ഈ റൂം കണ്ടോ, ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ റൂമിൻ്റെ പകുതിയുള്ളൂ ഞാൻ നിൽക്കുന്ന ഹോസ്റ്റൽ റൂം. അത് തന്നെ ഒരു 4 ഷെയറിങ് റൂമാണ്. എനിക്ക് ബങ്കർ ബെഡാണ് കിട്ടിയത്. അപ്പോൾ അത്രയും കുറവ് സ്പേസിൽ ഞാൻ ഈ എത്ര ഡ്രസ്സ് കൊണ്ടിട്ടുണ്ട്, അതൊക്കെ ഒരു ബാഗാണ്. ആക്ച്വലി എൻ്റെ ലോണ്ട്രി ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ വാർഡ്രോബായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിംഗിൾ ബാഗാണ്. അപ്പോൾ ആ ഒരു ബാഗ് വെച്ച് നമുക്ക് ക്ലീനായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇവിടെ വന്ന് പഠിച്ചതാണല്ലോ. കാരണം വീട്ടിലിപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ടായിട്ടും ഞാൻ ഡ്രസ്സൊക്കെ വാരി വലിച്ചിട്ടിരിക്കുകയായിരിക്കും. ഇപ്പോഴും അവിടെ ഉണ്ട്, കൂട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ ഇനി ഏതെങ്കിലും സിറ്റുവേഷനിൽ നമുക്കിങ്ങനെ പോകേണ്ടി വന്നാൽ, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി നിൽക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ജോബിന് പോയാൽ അവിടെ നല്ല സെറ്റപ്പ് ആയിക്കോണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഏത് സിറ്റുവേഷനും സർവൈവ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു ഹോസ്റ്റൽ ജീവിതമായിരിക്കും. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മണി മാനേജ്മെൻ്റ് ആണ്. നമ്മൾ ഫുഡിനൊക്കെ ചിലവാക്കുന്ന ഓരോ പൈസയ്ക്കും നമുക്ക് കറക്റ്റ് ഒരു കണക്കുണ്ടാവും. ഞാനിപ്പോൾ കഴിഞ്ഞ 10 ദിവസവും എൻ്റെ ഫുൾ ഡേത്തെ ചിലവെന്ന് പറയുന്നത് 200 രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, 200 രൂപ. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് വരും, ലഞ്ച് വരും, ഡിന്നർ വരും, 2 നേരത്തെ ചായ വരും, എല്ലാം ഉൾപ്പെടെ നമ്മൾ 200 രൂപയ്ക്കാണ് ഒരു ദിവസം അവിടെ നിൽക്കുന്നത്. ഈ ഒരു തുച്ഛമായ എമൗണ്ടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നതും അതൊക്കെ ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ നല്ല സാലറി ഒക്കെ കിട്ടി വരുമ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഒരു മാസം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ ഈ ഒരു ഹോസ്റ്റൽ ജീവിതത്തിൽ പഠിക്കുന്നുണ്ട്. ആക്ച്വലി ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലോങ് ആയി പോകും, കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1.5x ഇട്ടാലും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുമല്ലോ. പിന്നെ എനിക്ക് വലിയൊരു വ്യത്യാസം തോന്നിയ കൾച്ചറാണ്. പറയുമ്പോൾ ഇതൊക്കെ കേരളത്തിലുള്ള സ്ഥലങ്ങളാണെങ്കിലും മലപ്പുറവും കോഴിക്കോടും തമ്മിൽ കൾച്ചറിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കാരണം ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർ നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ എന്ത് ചെയ്താലും ഉണ്ടാവില്ല. പക്ഷേ കോഴിക്കോടൊക്കെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ബാക്കിയുള്ളവർ കൺസേൺ അല്ല. ദേ ആക്ട് ലൈക്ക് വി ഡോണ്ട് എക്സിസ്റ്റ്. ലൈക്ക് നമ്മളാണെങ്കിലും ഇപ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെന്തിടുന്നു, അവരെവിടെയൊക്കെ ടാറ്റു അടിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളൊന്നും നമ്മൾ മൈൻഡ് പോലും ചെയ്യാറില്ല. അപ്പോൾ അതേപോലെ കുറേ കാര്യങ്ങൾ അവിടെയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. നോർമലി ഓഫ്ലൈൻ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചില ഫ്രണ്ട്സ് ഈ പ്രാവശ്യം അവർ ഓൺലൈനായിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ എങ്ങനെയുണ്ട്, പഠിക്കാൻ എങ്ങനെയുണ്ട്, സിമ്പിളല്ലേ, നമുക്ക് കുറേ നേരം ഇരുന്ന് കാണാമല്ലോ, അല്ലെങ്കിൽ റീവാച്ച് ചെയ്യാലോ എന്നൊക്കെ പറയുമ്പോൾ അവരെല്ലാവരും എന്നോട് ചോദിച്ചു, നീ എങ്ങനെ ഇതിരുന്ന് പഠിക്കുന്നത്, ബോറടിക്കുന്നില്ലേ, എത്രങ്ങാനും ടൈമാണ് പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ അന്ന് അവർ ചോദിച്ചപ്പോൾ എനിക്കിതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. കാരണം എൻ്റെ മനസ്സിലെന്താ, നമുക്കിത് റീവാച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കാണാം, വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കാം, പിന്നെ ഫുള്ളി ഫ്ലെക്സിബിളാണ്, നമുക്ക് തോന്നിയ പോലെയൊക്കെ ചെയ്യാം. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു മൈൻഡിൽ. പക്ഷെ അതൊക്കെ ഓഫ്ലൈൻ പോയതോടുകൂടി മാറി. കാരണം നമുക്ക് പഠിക്കാൻ ആക്ച്വലി അത്രയും ടൈമൊന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് തന്നെ പഠിച്ചു പോകും, അല്ലാതെ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു ടൈം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഫാക്കൽറ്റീസ് ആണെങ്കിലൊക്കെ ഓൺലൈനിലുള്ള പോലെ അല്ല അവർ ഓഫ്ലൈനിൽ. അവർ കുറച്ചും കൂടി ഓപ്പൺ ആയിരിക്കും. ലൈക്ക് അവർ ലൈഫ് എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുമ്പോൾ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, നമുക്കത് തരുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. കാരണം നമുക്ക് കുറേ ടൈം ഉണ്ടാവും ഓഫ്ലൈൻ ക്ലാസ്, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് ഒരു ചായയൊക്കെ കുടിച്ച് വന്ന് അങ്ങനെ ആകുമൊത്തം ഒരു സെറ്റപ്പാണ്. അതൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ എൻ്റെ ഒരു സജഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ സ്കിൽ ലെവൽ തൊട്ടിട്ടാണ് ഓഫ്ലൈനിൽ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ എടുക്കുമ്പോൾ വിത്തൗട്ട് ഫുഡ് എടുക്കുക. കാരണം ഒന്നാമത്തെ കാര്യം ഹോസ്റ്റൽ ഫുഡ് നല്ലതായിരിക്കില്ല. രണ്ടാമത്തെ കാര്യം നമുക്ക് ആകെ ആഴ്ചയിൽ 3 ദിവസമോ അല്ലെങ്കിൽ 4 ദിവസമൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 ആഴ്ച ക്ലാസ് 2 ആഴ്ച ലീവ്, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ 1 മന്തിൻ്റെ ഫുഡ് പ്ലസ് ഹോസ്റ്റൽ ഫീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തായാലും നഷ്ടമാണ്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കാം, ഒരു 3500 ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് PG കിട്ടും. അപ്പോൾ ഡെയിലി നമ്മളൊരു ബഡ്ജറ്റ് വെച്ച് ആ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ വീട്ടിൽ പോകാമല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് വളരെ കുറവായിരിക്കും. കാരണം ഞാൻ അവിടെ പോകുമ്പോൾ എക്സ്പെക്ട് ചെയ്തൊരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് 10,000 അല്ലെങ്കിൽ 11,000 ആണ് ഇൻക്ലൂഡിങ് ഫുഡ്. പക്ഷേ അതിൻ്റെ പകുതി പോലും നമുക്ക് കഴിഞ്ഞ മാസമൊന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫുഡ് നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുക എന്നുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം പൈസ നമുക്ക് ലാഭിക്കാം.
ഇനി കൺക്ലൂഷനിലേക്ക് വരാം. ആരാണ് ഓൺലൈൻ ക്ലാസ് എടുക്കേണ്ടത്, ആരാണ് ഓഫ്ലൈൻ ക്ലാസ് എടുക്കേണ്ടത്? നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലാണ്, അതായത് നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വർക്ക് ചെയ്തേ പറ്റൂന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ എടുക്കാൻ പാടൂ. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ നോർമലി കോളേജിൽ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് ഓഫ്ലൈനായിട്ട് കോളേജിൽ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ACCA അല്ലെങ്കിൽ ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ എടുക്കാം. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് തീരെ ഫണ്ടില്ല, അത്രയും ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഓൺലൈൻ എടുക്കാം. അപ്പോൾ ഈ 3 കാറ്റഗറി അല്ലാത്ത ബാക്കി എല്ലാവരും ഓഫ്ലൈൻ ക്ലാസ് എടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഞാൻ രണ്ടും എക്സ്പീരിയൻസ് ചെയ്തു, അപ്പോൾ അതിൽ നിന്ന് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങളുടെ തോട്ട്സ് എന്താണെന്നും കൂടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. കാരണം എല്ലാവരും വ്യൂസ് വളരെ ഡിഫറെൻ്റ് ആണ്, എല്ലാവരും പേഴ്സ്പെക്റ്റീവ്സ് ഡിഫറെൻ്റ് ആണ്, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ കമൻറ്റ് വായിക്കുന്ന ആൾക്കാർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും അവർക്ക് ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണെന്നും കാര്യങ്ങളൊക്കെ അവർക്ക് ആ കമൻറ്റ് സെക്ഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് ACCനെ പറ്റിയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അവിടെ കയറി മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.